രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ചായക്കടി ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. സിമ്പിൾ ആണ് ഇത് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റും ആണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചെറിയൊരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട്. അപ്പൊ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വന്നാൽ നമുക്ക് 2 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിന്റെ കളറെല്ലാം ഒന്ന് മാറി വന്നാൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഒരു തക്കാളിയും 2 പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടിന്റെ പച്ചമണെല്ലാം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ മിക്സിന്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ 1 കപ്പ് മൈദയും 1/2 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അരക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകരുത്, അതുപോലെ അധികം കട്ടിയായിട്ടുള്ള മാവും ആവാൻ പാടില്ല. നമ്മൾ ദോശ മാവിനെല്ലാം ആക്കുന്ന ആ ഒരു മാവിന്റെ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഇതാ ഞാനിത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു കുറച്ച് കുഴിയുള്ള സോസ് പാൻ എടുക്കാം. അതിൽ നമ്മൾ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ മറ്റോ ആക്കി കൊടുത്തിട്ട് പകുതി ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്യുക. ഈ അടിയിലുള്ള ഈ മാവൊന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതൊന്ന് സെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. എല്ലാ സ്ഥലത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ ഈ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോ ഞാൻ ഇതിന്റെ മുകളിലായിട്ട് മുട്ടയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത്. അപ്പൊ മുട്ട നമ്മൾ ഒരു മുട്ട 2ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ. ഫുള്ളായിട്ട് കവർ ആവുന്ന രീതിയിൽ മുട്ട വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി ബാലൻസ് വന്നിട്ടുള്ള ആ മാവ് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ കുറച്ച് ഫില്ലിങ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതും കൂടി നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ടതിന് ശേഷം മൂടി വെച്ചിട്ട് കുറച്ച് സമയം കൂടി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നല്ലോണം സെറ്റ് ആയിട്ട് വരും. ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ചൊന്ന് കളറാക്കാനും അതേപോലെ തന്നെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടെല്ലാം നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പൊ അതിനായിട്ട് ഞാൻ ദോശക്കല്ലിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ആക്കിയിട്ട് ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇതാ അത്രേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ചായ പലഹാരമായിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.